ഇനി ഈ ദിവസം നിലമ്പൂരിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം. കാരണം ഈ പത്രികകളുടെയൊക്കെ സൂക്ഷ്മ പരിശോധന ഇന്നാണ്. സ്വതന്ത്രർ ഉൾപ്പെടെ ഈ 19 പേരാണുള്ളത്. അപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ജൂൺ 5 ശാന്തകുമാർ വെള്ളാൽത്തുണ്ട് നിലമ്പൂരിൽ നിന്ന് നമുക്കിപ്പം. ശാന്തകുമാർ, ഈ അങ്കത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞു, എല്ലാ മത്സര ചിത്രമൊക്കെ തെളിഞ്ഞു. ഇത് സൂക്ഷ്മ പരിശോധനയാണ്. ഇന്നിപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും LDFിൻ്റെയും UDFിൻ്റെയും മുഴുവൻ നേതാക്കളും, ഏറെക്കുറെ മുഴുവൻ നേതാക്കളും നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്. BJPയും വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണത്തിലൊക്കെ സജീവമാണ്. ഒപ്പം PV അൻവർ. ഇന്നിപ്പോൾ എങ്ങനെയാണ് നിലമ്പൂരിൽ? സേതു, പ്രചരണ ചൂട് അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുകയാണ്. അതിൽ LDFും UDFും തന്നെയാണ് പ്രചരണ രംഗത്തെ മുന്നിലുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് സ്ഥാനാർത്ഥികളും മുഴുവൻ സമയവും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള തന്ത്രപ്പാടിൽ തന്നെയാണ്. അതാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് സംഘടനാ രീതി അനുസരിച്ച് കോൺഗ്രസും UDFും ഒപ്പം തന്നെ LDFും CPMും അതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കൃത്യമായ ഷെഡ്യൂളോട് കൂടി തന്നെയാണ് ഓരോ ദിവസവും സ്ഥാനാർത്ഥികൾ ഓരോ ഭാഗങ്ങളിൽ, ഓരോ പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകൾ ഓരോ ബൂത്ത് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്വീകരണ പരിപാടിയും അതുപോലെ തന്നെ വോട്ടർമാരെ നേരിൽ കാണുന്നതിനുള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് സ്വന്തം നാടായ പോത്തുകലിലാണ് ഇന്ന് പ്രചരണം നടക്കുന്നത്. പോത്തുകൽ പഞ്ചായത്തിൽ ഇന്ന് പൂർണ്ണമായും പോത്തുകൽ പഞ്ചായത്തിൽ അദ്ദേഹം പ്രചരണം നടത്തും. രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളെല്ലാം ആരംഭിച്ചു. വൈകുന്നേരം 8 മണി വരെയാണ് പോത്തുകൽ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണം തുടരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിനിടയിൽ ഓരോ ചടങ്ങുകളിൽ, ഓരോ ഇടങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് LDF CPM പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം UDF ഇന്ന് ആര്യടൻ ഷൗക്കത്ത് പോത്തുകൽ പഞ്ചായത്തിന് മുതൽ വഴിക്കടവ് പഞ്ചായത്തിന് 2 പഞ്ചായത്തുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അത് രാവിലെ 9 മണിക്കാണ് ആരംഭിക്കുന്നത്. അത് ഏകദേശം അല്പസമയത്തും കൂടി ശേഷം ആരംഭിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ UDFിൻ്റെ കൺവെൻഷൻ നടന്നിരുന്നു. ഈ കൺവെൻഷനിൽ വലിയ ഒരു നേതൃനിര ഉണ്ടായിരുന്ന കൺവെൻഷനിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്നുള്ള ആക്ഷേപം, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നാണ്. അതിന് പരിഹാരമായി ഇന്ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ആര്യടൻ ഷൗക്കത്തിൻ്റെ പ്രചരണ പരിപാടിയുടെ തുടക്കം കുറിക്കുന്നത്. അത് മുണ്ടേരിയിലാണ്. മുണ്ടേരിയിൽ അല്പസമയത്തിനകം അബ്ബാസ് അലി തങ്ങളെത്തി ഈ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ അത്തരം ഓരോ ദിവസവും ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം അതത് ദിവസങ്ങൾ തന്നെ പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ UDFും കോൺഗ്രസും ശ്രമിക്കുന്നത്. BJPയെ കുറിച്ച് പറയുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിക്കൊപ്പം നമ്മുടെ ബിനില് കൂടി ചേരുന്നുണ്ട്. ബിനിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പ്ലാൻ? എങ്ങനെയൊക്കെയാണ്? എവിടെ നിന്നാണ് പ്രചരണം തുടങ്ങുന്നത്? കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സേതു, സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ ഇവിടേക്ക് മുണ്ടേരിയിലേക്ക് എത്തും. ഇവിടെയാണ് ഇന്നത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ VS ജോയി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കും. നമുക്ക് അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നല്ല ആവേശമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുള്ള മുന്നേറ്റമാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം, ഔപചാരികമായി സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥികൾ എല്ലാ കാലത്തും അവരുടെ പ്രചരണം ആരംഭിക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം VB പ്രകാശിൻ്റെ പര്യടനം ആരംഭിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിൽ വെച്ചായിരുന്നു. ആ കവളപ്പാറ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കവളപ്പാറയിൽ നിന്ന് ആരംഭിച്ചത്. ഈ വർഷം ഞങ്ങൾ മുണ്ടേരി നിന്ന് ആരംഭിക്കാൻ കാരണം ഈ മുണ്ടേരിയിലാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആദിവാസി കോളനികളും സെറ്റിൽമെൻറ്റും ഏറെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ സർവവും നഷ്ടപ്പെട്ട വനത്തിനകത്ത് താമസിക്കുന്ന കോളനി വാസികളായിട്ടുള്ള ആളുകളുണ്ട്, ആദിവാസികളുണ്ട്. അവർക്ക് ഇപ്പോഴും പുനരധിവാസം ഒന്നും ആയിട്ടില്ല. വനാവകാശ നിയമത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ആ പുനരധിവാസം നീട്ടിക്കൊണ്ടുപോവുകയാണ്. 100 കണക്കിന് കുടുംബങ്ങൾ, പാവപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും കുരയില്ലാതെ, വീടില്ലാതെ അവർ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ കഴിയുകയാണ്. പലപ്പോഴും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് അവരൊക്കെ മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കുന്ന വളരെ ദുരിതകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്.
ഇത് ഈ പുഴ കടന്ന് വാണിയമ്പുഴ കോളനിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. വാണിയമ്പുഴ കോളനിയുണ്ട്, തരിപ്പപ്പൊട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് കോളനികൾ ഈ പ്രദേശത്ത് നിൽക്കുകയാണ്. ഇവിടെ അപ്പുംകാപ്പ് ഉൾപ്പെടെയുള്ള കോളനികളുണ്ട്. ആദിവാസികൾ വലിയ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം മുണ്ടേരിയിലാണെങ്കിലും ഈ മുണ്ടേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മുഴുവൻ ആദിവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുണ്ടേരിയിൽ വെച്ച് ഞങ്ങളുടെ ഈ പര്യടനം ആരംഭിക്കുന്നത്. സ്ഥാനാർത്ഥി അല്പനിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. ഈ ആദിവാസികളൊക്കെ തന്നെ, ആദിവാസി മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ പരാതിയൊക്കെ പറയാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണം. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതശരീരം ഒഴുകി വന്നതൊക്കെ ഈ ചാലിയാർ പുഴയിലാണ്. ഈ മുണ്ടേരിയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് പാവപ്പെട്ട വയനാടൻ ജനതയുടെ മൃതദേഹങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം കേരളത്തെ കണ്ണീര് കുടിപ്പിച്ച പ്രളയ ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി മാറിയിട്ടുള്ളൊരു പ്രദേശമാണ് മുണ്ടേരി. അവിടെ മനുഷ്യ സഹജമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനവും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ആ പരാജയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. അതാണ് മനുഷ്യൻ്റെ ദുരിതം. ആ ദുരിതത്തിന് ആശ്വാസം പകരേണ്ടുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക്, ഫണ്ടിലേക്ക് കോടികൾ പിരിച്ചിട്ട് ആ പണം ചെലവഴിക്കാതെ കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ ദുരിതാശ്വാസ ഫണ്ടിന് മുകളിൽ അടയിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആദ്യമേ ആണയിട്ട് പറയുന്നുള്ളൂ. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പര്യടനത്തിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. ഇപ്പോൾ VS ജോയ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.